ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? ഇത് ലോക രാജ്യങ്ങളെ ബോധിപ്പിക്കാനായി ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം ലോക രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. 33 രാജ്യങ്ങളാണ് ഇന്ത്യ ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ 33 രാജ്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ബാക്കി രാജ്യങ്ങളിലൊന്നും ഇന്ത്യ പോകുന്നില്ലേ? പ്രധാനമായും ചൈനയിലും തുർക്കിയിലുമൊന്നും ഇന്ത്യയുടെ ഒരു പ്രതിനിധി പോലും പോകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എന്തിനാണ് ഈ പ്രധാനപ്പെട്ട 33 രാജ്യങ്ങൾ ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഒരു കാരണമുണ്ട്. എന്തായാലും തീവ്രവാദത്തിനെതിരെ ഏകീകൃതമായിട്ടുള്ള നിലപാട് പ്രോത്സാഹിപ്പിക്കുക എന്ന വിഷയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിനിധി സംഘങ്ങളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പോകുന്നത്. ഇന്ത്യ ഏകദേശം 3 ഡസനോളം രാജ്യങ്ങളുമായി ഒരു പ്രധാന നയതന്ത്ര ബന്ധം ആരംഭിച്ചിട്ടുമുണ്ട്. തീവ്രവാദത്തിനെതിരെ ശക്തമായ സന്ദേശം നൽകാനാണ് ഇത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പാർലമെന്റ് അംഗങ്ങളിൽ നിന്നും 7 പ്രതിനിധികൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കും. ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ സമിതി ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഏകീകൃതവും ദൃഢനിശ്ചയവുമായിട്ടുള്ള നിലപാട് പ്രദർശിപ്പിക്കുന്നതിനാണ് ഇത് എന്നുള്ളതാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ 7 പ്രതിനിധി സംഘങ്ങളെയും ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആഗോള വേദികളിലെ അവരുടെ ഭൗമ രാഷ്ട്രീയ സ്വാധീനവും പങ്കുമാണ് ഈ 33 രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതായത് ജിയോ പൊളിറ്റിക്കലി ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ആക്രമണം വന്നാൽ ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന 33 രാജ്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഈ ജിയോ പൊളിറ്റിക്കലി എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും ഇന്ത്യക്ക് ചുറ്റുമുണ്ട്. ബംഗ്ലാദേശുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ഒഴിവാക്കി കൃത്യമായിട്ടുള്ള ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യക്ക് ഇനി ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയെ സഹായിക്കാൻ ഉതകുന്ന, അല്ലെങ്കിൽ സഹായത്തിന്റെ ഒരു ലാഞ്ചനയെങ്കിലും പുറപ്പെടുവിക്കും എന്ന ഉറപ്പുള്ള 33 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ പ്രതിനിധി സംഘങ്ങളെ അയച്ചിരിക്കുന്നത്. ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട 33 രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വിക്രം മിശ്ര ചൊവ്വാഴ്ച ബ്രീഫിംഗിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉദ്ധരിച്ച് BJP MP അപരാജിത സാരംഗി ഈ രാജ്യങ്ങളിൽ ഏകദേശം 15 രാജ്യങ്ങൾ UN സുരക്ഷാ സമിതിയിൽ അംഗങ്ങളാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 5 സ്ഥിരാംഗങ്ങളും 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളും 2 വർഷത്തിൽ ഒരിക്കൽ മാറി മാറി വരുന്നവരാണ്. കൂടാതെ സമീപ ഭാവിയിൽ ഐക്യരാഷ്ട്രയുടെ സുരക്ഷാ സമിതിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന മറ്റ് 5 രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ആഗോള തലത്തിൽ അവയുടെ ഗണ്യമായ സ്വാധീനവും സുരക്ഷയും ഭീകരതയും കുറിച്ചുള്ള അന്താരാഷ്ട്ര ചർച്ചകളിൽ സജീവ പങ്കാളിത്തവും കണക്കിലെടുത്താണ് ശേഷിക്കുന്ന രാജ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാന കാര്യം. അതിർത്തി കടന്നുള്ള ഭീകരതയുടെ, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഉടലെടുക്കുന്നവയുടെ അപകടങ്ങളെ കുറയ്ക്കുന്നതോ നിഷേധിക്കുന്നതോ ആയ വിവരണങ്ങളെ വെല്ലുവിളിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. പഹൽഗാം ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകര സംഭവങ്ങളിൽ പാകിസ്ഥാന്റെ നിന്ന് സംശയിക്കപ്പെടുന്ന പങ്ക് വിശദീകരിക്കുന്ന സമഗ്രമായ രേഖകൾ പ്രതിനിധി സംഘങ്ങൾക്ക് നമ്മുടെ സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം അവർ ആ രാജ്യത്ത് അവതരിപ്പിക്കും. തീവ്രവാദ സംഘടനകളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതിൻ്റെ ശക്തമായ തെളിവുകൾ അവതരിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ സമാഹരിക്കുന്നതിനും ആണ് ഈ രേഖകൾ പ്രധാനമായും ഇവരുടെ കൈകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ പ്രതിനിധി സംഘങ്ങളെ 7 പ്രതിനിധി സംഘമാണ് പോകുന്നത്. ഈ പ്രതിനിധി സംഘങ്ങളെ ആരൊക്കെയാണ് നയിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു പ്രതിനിധി സംഘത്തെ ശശി തരൂറാണ് നയിക്കുന്നത്. JDU MP സഞ്ജയ് ധാ മറ്റൊരു പ്രതിനിധി സംഘത്തെ നയിക്കുന്നു. DMKയുടെ കനിമൊഴി വേറൊരു പ്രതിനിധി സംഘത്തെ നയിക്കുന്നു. NCPയുടെ MP സുപ്രിയ സുലെ വേറൊരു പ്രതിനിധി സംഘത്തെ നയിക്കുന്നു. ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ വേറൊരു പ്രതിനിധി സംഘത്തെയും നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.